നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കറി എന്ന് പറഞ്ഞാൽ വെറും കറിയല്ല കേട്ടോ, ഒരു തീയലാണ്. തീയൽ എന്ന് പറയുമ്പോൾ അറിയാലോ, കുറച്ച് പുളിയും എരിവും അതുപോലെ തന്നെ വറുത്തരച്ച തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ. അപ്പം ഇത് വെറും തീയലല്ല, ചെമ്മീൻ തീയലാണ്. ചെമ്മീൻ തീയൽ എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു പ്ലേറ്റ് ചോറിങ്ങ് പോരട്ടെ എന്ന് തോന്നിയല്ലോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ചെമ്മീൻ തീയൽ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് ഈ നാടൻ സ്റ്റൈലിൽ ചെമ്മീൻ തീയൽ ഉണ്ടാക്കുന്നത്. തീയൽ ഉണ്ടാക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിരകിയ തേങ്ങ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയുള്ളി വേണം, ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വേണ്ടത്. പിന്നെ അതുപോലെ അതിൽ കുറച്ച് മസാലപ്പൊടികൾ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ്. അതുപോലെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, അത് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ തേങ്ങ വറക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കാരണം പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചുവന്ന് വരുന്നവരെ നമ്മൾ വറക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറക്കുന്നതാണ് നല്ലത്, കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കളറൊക്കെ മാറി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇതിന് പകരം നമുക്ക് ഹോൾ മല്ലിയും അതുപോലെ തന്നെ വറ്റൽ മുളകും ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതാണെങ്കിൽ വറുക്കുന്ന സമയത്ത് തന്നെ ചേർക്കുക. എന്നിട്ട് ആ ഒരു ചൂടിൽ കിടന്നിട്ട് ആ മസാലകളൊക്കെ ഒന്ന് ചൂടായിട്ട് വരണം. എന്നിട്ട് ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരയ്ക്കുക. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. മെയിനായിട്ട് ചെറിയുള്ളി വേണം. ഇപ്പോൾ ഒരു കപ്പോളം, ഒരു 1/4 മുതൽ 1 കപ്പോളം, എത്ര കൂടുതൽ ഉപയോഗിക്കുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ അതേ പൊടി തന്നെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഒന്ന് കണ്ടിച്ച് കൊടുക്കുക, കഷ്ണം ആക്കിയിട്ട് ഉപയോഗിക്കാം. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുളി ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങ വേണം, 2 പച്ചമുളക്, കറിവേപ്പില. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറിയുള്ളി ആദ്യം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ല, ചെറിയുള്ളി അതേപടി ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും കൂടെ, ഉപ്പ് ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ആദ്യം വാട്ടിയെടുക്കുകയാണ്. ചെറിയുള്ളി വാടാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, അതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ മുരിങ്ങ ഉണ്ടല്ലോ, മുരിങ്ങ ചേർത്ത് കൊടുക്കാം. മുരിങ്ങ ഞാൻ നടുകെ ഇങ്ങനെ കീറി അങ്ങനെയാണ്. അപ്പോൾ ആ ഫ്ലേവർ, ശരിക്കും മുരിങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് കറിയിലേക്ക് പിടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണല്ലോ മെയിനായിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 700-750 ഗ്രാം ഉണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്താണ്, അറിയാലോ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. എന്നിട്ട് ഒന്ന് ചൂടാക്കി വാട്ടിയെടുക്കുക. അപ്പോൾ ചെമ്മീൻ്റെ കളർ ഒന്ന് വൈറ്റ് കളറായിട്ട് വരും, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നതിന് പുളിവെള്ളം ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. നമ്മളൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞു വെച്ചു. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ വേവാൻ വേണ്ടി അധിക സമയമില്ല, ഒരു മാക്സിമം ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ റബ്ബർ പോലെയാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അരപ്പ് ഉണ്ടല്ലോ, വറുത്ത തേങ്ങയുടെ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു എത്രയാണ് കറി വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടായിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും ചെമ്മീൻ വെന്ത് കഴിയും. അപ്പോൾ ഇത് ആ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് തിളയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മളിത് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ, അത്രേ വേണ്ടുള്ളൂ. ഉലുവപ്പൊടി ചേർത്താലും മതി. എന്നിട്ട് ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു മുരിങ്ങയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.